അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചു. ജയലളിതയ്ക്ക് വിചാരണ കോടതി വിധിച്ച ശിക്ഷ നടപ്പാക്കുന്നത് 2 മാസത്തേക്ക് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ശിക്ഷയ്ക്കെതിരെ ജയലളിത നൽകിയ അപ്പീൽ 3 മാസത്തിനുള്ളിൽ തീർപ്പാക്കണമെന്ന് ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിചാരണ കോടതി വിധിച്ച ശിക്ഷയ്ക്കെതിരെ നൽകിയ അപ്പീലിൽ 6 മാസത്തിനുള്ളിൽ തീർപ്പാക്കാൻ ഹൈക്കോടതിയോട് നിർദ്ദേശിക്കണമെന്നും ആരോഗ്യ കാരണങ്ങളാൽ ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നുമായിരുന്നു ജയലളിതയുടെ ആവശ്യം. അപ്പീൽ കാലയളവിൽ ജാമ്യത്തിന് അർഹതയുണ്ടെന്ന് ജയലളിതയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ വാദിച്ചു. എന്നാൽ 1991 നടന്ന കേസിന്റെ വിചാരണ അനന്തമായി നീട്ടിക്കൊണ്ടുപോയത് ജയലളിതയാണെന്ന് ചീഫ് ജസ്റ്റിസ് എച്ച്.എൽ. ദത്തു നിരീക്ഷിച്ചു. ഇത് അനുവദിക്കാനാകില്ല. ഹൈക്കോടതിയുടെ നടപടികൾ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സഹകരിച്ചാൽ മാത്രമേ ജാമ്യം അനുവദിക്കാനാകൂ എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. സുപ്രീംകോടതിയുടെ ഈ നിർദ്ദേശം ജയലളിതയുടെ അഭിഭാഷകൻ ഫാലിയസ് നരിമാൻ അംഗീകരിച്ചു. 2 മാസത്തിനുള്ളിൽ അപ്പീലുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ജയലളിത ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യണം. ഇതിൽ വീഴ്ച വരുത്തിയാൽ ജാമ്യം റദ്ദാകും. ഡിസംബർ 18-ന് സുപ്രീംകോടതി കേസ് വീണ്ടും പരിഗണിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന ഉത്തരവ് അന്ന് പുറപ്പെടുവിച്ചേക്കുമെന്നും ചീഫ് ജസ്റ്റിസ് എച്ച്.എൽ. ദത്തുവിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കി. ഈ കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലോ മറ്റെവിടെയെങ്കിലുമോ ഒരു തരത്തിലുള്ള അക്രമവും ഉണ്ടാകില്ലെന്ന ഉറപ്പ് ജയലളിതയിൽ നിന്ന് ലഭിക്കണമെന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ ആവശ്യം ജയയുടെ അഭിഭാഷകർ ഇന്ന് കോടതിയിൽ അംഗീകരിച്ചു. She should instruct all our party people to behave like civilized citizens, which they are not behaving just now, and see that no violence takes place. ജയലളിതയുടെ കൂട്ടുപ്രതികളായ ശശികല, വി.എൻ. സുധാകരൻ എന്നിവർക്കും ഉപാധികളോടെ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. സെപ്റ്റംബർ 27 മുതൽ ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുകയായിരുന്നു ജയലളിതയും മറ്റ് 2 പ്രതികളും. പരപ്പന അഗ്രഹാര ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങുന്ന ജയലളിതയ്ക്ക് ഇനി ചെന്നൈയിലെ പോയ്സ് ഗാർഡനിലെ വസതിയിലിരുന്ന് തമിഴ്നാട് ഭരിക്കാം. എന്നാൽ കർശനമായ വ്യവസ്ഥകളുള്ളതിനാൽ രാഷ്ട്രീയ പരിപാടികളിലും മറ്റും പങ്കെടുക്കുന്നതിന് ജയലളിതയ്ക്ക് പരോക്ഷമായ നിയന്ത്രണങ്ങളുണ്ടാകും. സുപ്രീംകോടതിയിൽ നിന്നും ക്യാമറാമാൻ വികാസ് കുമാർ റായ്ക്കൊപ്പം ബി ബാലഗോപാൽ, റിപ്പോർട്ടർ. ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന്, അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന്, എഴുത്തുകാരൻ ശ്രീ പി കെ ശ്രീനിവാസൻ ടെലിഫോൺ ലൈനിൽ. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കർ, സുപ്രീം കോടതിയുടെ പരാമർശങ്ങളെ ഉദ്ധരിച്ചാണ് കർണാടക ഹൈക്കോടതി ജയലളിതയ്ക്ക് ജാമ്യം നിഷേധിച്ചത്. അതിലേറ്റവും പ്രധാനമായും പറഞ്ഞിരുന്നത് ഉന്നത രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾ വളരെ അനായാസം ഇത്തരം കേസുകളിൽ ജാമ്യം നേടി പുറത്തു പോകുന്നത് ആശാസ്യമല്ല, അത് ഭൂഷണമല്ല എന്നാണ്. ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ജയലളിതയ്ക്ക് ജാമ്യം നൽകിയിരിക്കുകയാണ്. അല്ല, സുപ്രീം കോടതി ചെയ്തതിൽ അത്ഭുതകരമായിട്ടോ അവിശ്വസനീയമായിട്ടോ യാതൊന്നും തന്നെ ഇല്ല. സുപ്രീം കോടതി ചെയ്യേണ്ടത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അഴിമതി വളരെ ഗുരുതരമാണ്. നമ്മുടെ രാജ്യത്ത് അഴിമതി കൊണ്ട് ഗ്രസിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അഴിമതിയോട് വലിയ എതിർപ്പുണ്ടൊക്കെ ശരിയാണെങ്കിൽ പോലും കോടതി എന്ന് പറയുമ്പോൾ അതിന് നിയമത്തിൻ്റെയും നീതിയുടെയും തത്വങ്ങൾക്ക് അടിസ്ഥാനത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. ഇവിടെ ജയലളിതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 4 കൊല്ലം കഠിന തടവാണ് വിധിച്ചിട്ടുള്ളത്. 4 കൊല്ലം തടവിന് വിധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ കോടതി, അപ്പീൽ കോടതി ജാമ്യം അനുവദിക്കാറ് പതിവുണ്ട്. ജീവപര്യന്തം ഒഴിച്ചുള്ള കേസുകളിലൊക്കെ ഹൈക്കോടതി, നമ്മുടെ കേരള ഹൈക്കോടതി സാധാരണ ജാമ്യം നൽകാറുണ്ട്. ഞാനൊന്ന് പറയട്ടെ, ഈ വിചാരണ കോടതിയും അതുപോലെ തന്നെ അപ്പീൽ കോടതിയും ഒരുപോലെ കൺകറൻറ്റ് ഫൈൻഡിങ് എന്ന് പറയും. ഒരേ രീതിയിൽ ശിക്ഷ വിധിച്ച കേസുകളിൽ പോലും, ഞാൻ ഉദാഹരണമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന മാറാട് കൂട്ടക്കൊലക്കേസ്, അതിൽ വിചാരണ കോടതി വെറുതെ വിട്ടിട്ട് ഹൈക്കോടതി ശിക്ഷിച്ച പ്രതികൾക്ക് ആദ്യം സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. പിന്നീട് വിചാരണ കോടതിയും ഹൈക്കോടതിയും ഒരുപോലെ കുറ്റക്കാരെന്ന് കണ്ട് ശിക്ഷ വിധിച്ച ആളുകൾക്കും സുപ്രീം കോടതി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജാമ്യം അനുവദിച്ചു. അപ്പോൾ അത്ര ഗുരുതരമായ കേസുകളിൽ പോലും സുപ്രീം കോടതി ജാമ്യം അനുവദിക്കാറുണ്ട്. ഈ കേസിൽ ചെയ്തതിൽ അസ്വാഭാവികമായിട്ട് യാതൊന്നും തന്നെയില്ല. സുപ്രീം കോടതി ചെയ്യേണ്ട കാര്യം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിലാകെ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ബാംഗ്ലൂർ ഹൈക്കോടതി, കർണാടക ഹൈക്കോടതി ജയലളിതയ്ക്ക് ജാമ്യം നിഷേധിച്ചു എന്നത് മാത്രമാണ്. ഇപ്പോൾ അവിടുത്തെ ഒരു അപാകത സുപ്രീം കോടതി തിരുത്തിയിരിക്കുകയാണ്. റൈറ്റ്. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, ആ വികാരമാണോ പങ്കുവയ്ക്കുന്നത്? കർണാടക ഹൈക്കോടതി ജയലളിതയ്ക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ട് പറഞ്ഞത് അഴിമതി വളരെ ഗുരുതരമായ ഒരു മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ്. അങ്ങനെ വളരെ അനായാസം രാഷ്ട്രീയ പ്രമുഖർക്ക് അല്ലെങ്കിൽ പ്രമുഖ വ്യക്തിത്വങ്ങൾക്ക് ജാമ്യം ലഭിക്കുക എന്നുള്ളത് ആശാസ്യമല്ല എന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഒരു സാധാരണ പൗരൻ കുറ്റവാളിയായാൽ അവർക്ക് ലഭിക്കുന്ന അതേ നീതി തന്നെയാണോ ഇക്കാര്യത്തിൽ മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായ ജയലളിതയ്ക്ക് ലഭിച്ചിട്ടുള്ളത്? നിയമാധിഷ്ഠിത നീതിക്കുള്ള അവകാശമുണ്ട്. അല്ലാണ്ട് ഒച്ചപ്പാടും അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായവും കയ്യടി നോക്കിയല്ല കോടതികൾ പ്രവർത്തിക്കേണ്ടത്. ഒരു 4 കൊല്ലം ഉള്ള ഒരു ജയിലിൽ അത് സസ്പെൻഡ് ചെയ്യില്ല എന്ന് വന്നു കഴിഞ്ഞാൽ നാളെ അത് കീഴ്വഴക്കമായാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം എന്താ? പാവപ്പെട്ടവൻ വിഷമത്തിലാവും. ഇപ്പോൾ 100 കോടി രൂപ പിഴ ഇടുന്നു. ഇതൊക്കെ ഇടുന്ന സമയത്ത്
ഇത്തരത്തിൽ ജഡ്ജിമാർ കുറ്റക്കാരാണ്, കർശനമായിട്ട് ഇത് കൈകാര്യം ചെയ്യണം അഴിമതി കാര്യത്തിൽ. ഞാൻ ജയശങ്കർ പറഞ്ഞോട് യോജിക്കുക പൂർണ്ണമായിട്ടും. പക്ഷേ ഇവിടെ അത് ചെയ്യുന്ന ജഡ്ജിമാർ, ഞാൻ ആ കർണാടക ഹൈക്കോടതി കാര്യം ഞാൻ ചോദിക്കാം. അവിടുത്തെ ചീഫ് ജസ്റ്റിസ് ദിനകരൻ്റെ കാര്യം നമുക്കറിയില്ലേ? ഇപ്പോഴൊരു ജഡ്ജിയുടെ പേര് പ്രൊപ്പോസലായിട്ട് അയച്ചപ്പം സ്വന്തം മകൾക്ക് വേണ്ടി ഭൂമിയുടെ കാര്യത്തിൽ വിധി പറഞ്ഞ എന്നതിൻ്റെ പേരിലാണ് അപ്പം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജഡ്ഷിപ്പ് നിഷേധിക്കപ്പെട്ടത്. ഇതൊക്കെ നടക്കുന്ന കർണാടക ഹൈക്കോടതി ഇത്രയും വലിയ വേദാന്തികളായിട്ടൊന്നും മാറേണ്ട ആവശ്യമില്ല. ആ തെളിവ് അവർക്ക് കൊടുക്കേണ്ട 4 മാസത്തേക്ക് 2-3 മാസത്തേക്ക് സമയം കൊടുത്തുകൊണ്ട് അപ്പീൽ കേൾക്കുക, അതുവരെ ജാമ്യത്തിൽ വിടുക, ആകാശം ഇടിഞ്ഞ് വിടാനൊന്നും പോകുന്നില്ലല്ലോ. അവർക്ക് ഈ അധികാരം കൈവരുന്ന ആളുകൾ അവരുടെ മനസ്സ് ചെറുതാകാൻ പാടില്ല. അങ്ങനെ ചെറുതായി പോയ ദൗർഭാഗ്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ രാഷ്ട്രീയം ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയും എൻ്റെ പാർട്ടിയുടെ നിലപാടൊന്നും മറന്നുകൊണ്ടല്ല, ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഇതിനോട് യോജിക്കാൻ നിർവാഹമില്ല. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. റൈറ്റ്. ശ്രീ പി.കെ. ശ്രീനിവാസൻ, വീട്ടിൽ തന്നെ ഇരുന്നു കൊള്ളാം, ഏതെങ്കിലും തരത്തിലുള്ള പുറത്തേക്ക് പോക്കൊക്കെ ഒഴിവാക്കാം, ചികിത്സാർത്ഥം മാത്രമേ പുറത്തു പോവുകയുള്ളൂ എന്നൊക്കെ ഉള്ള ഉപാധികൾ അങ്ങോട്ട് ജയലളിതയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. എന്തായാലും ജാമ്യം നേടി ചെന്നൈയിലേക്ക് തിരികെ എത്തുകയാണ് ജയലളിത. ജയലളിതയ്ക്ക് പോയസ് ഗാർഡനിൽ ഇരുന്നു കൊണ്ട് തമിഴ്നാട് ഭരിക്കുവാൻ സാധിക്കുമോ? തീർച്ചയായും പോയസ് ഗാർഡനിൽ വീട്ടിൽ തന്നെയായിരിക്കും അവർ ഇനി ഭരണം നടത്താൻ പോകുന്നത്. അവർക്ക് അതിനുള്ള ഒരു സാധ്യതകളുണ്ട്. അവർക്ക് മനസ്സ് അതിന് അനുകൂലമായി പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ ഭരണ മന്ത്രിമാര് എന്ന് പറയുന്നതെല്ലാം തന്റെ ചെൽപ്പടിയിൽ നിൽക്കുന്നവരാണ്. അവർക്ക് ഇവർ കൊടുക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഭരണം നടത്താനുള്ള ഒരു ശേഷിയുള്ള ആൾക്കാർ അവരുടെ കയ്യിലുണ്ട്. പിന്നെ ഞാനാണ് പാർട്ടി, എനിക്ക് പുറത്ത് മറ്റാരും തന്നെ ചോദ്യം ഉന്നയിക്കുകയില്ല. അത്തരത്തിലുള്ള ധാരാളം ഒരു ഗുണങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. തുടരുക, ദയവായി തുടരുക, ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് ജയശങ്കർ, കർണാടക ഹൈക്കോടതിയുടെ വിധിയുടെ ഒരു തിരുത്തൽ എന്ന് പറയുമ്പോൾ കർണാടക ഹൈക്കോടതി ഈ കേസ് കേൾക്കുന്നത് വൈകിച്ചു എന്നതടക്കമുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു ജയലളിതയെ അനുകൂലിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട്. മുൻവിധിയോടുകൂടി ഈ വിഷയത്തിൽ കർണാടക ഹൈക്കോടതി പെരുമാറിയിരുന്നോ എന്ന് ഞാനങ്ങനെ ഒരു ആരോപണം ഇതേ റിപ്പോർട്ടർ ചാനലിൽ ഇതേ കസേരയിലിരുന്ന് തന്നെ ഉന്നയിച്ചു. സത്യത്തിൽ കർണാടകത്തിലെ ജഡ്ജിമാർ ജയലളിതയോട് മുൻവിധിയോടുകൂടിയാണ് പെരുമാറുന്നത് എന്ന് തമിഴന്മാർക്ക് മാത്രമല്ല മലയാളികളായ നമുക്ക് പോലും സംശയം തോന്നുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് അവിടെ നിന്നുണ്ടായത്. കാരണം കോടതി അതിൻ്റെ വിചാരണ കോടതി വിധി കൽപ്പിച്ചത് ദസറയ്ക്ക് വേണ്ടി കോടതി അടക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസമാണ്, ഏറ്റവും അവസാനത്തെ വർക്കിംഗ് ഡേയിലാണ്. കാരണം എന്താ വെച്ചാൽ ഇവരെ ശിക്ഷിക്കുമ്പോൾ വൈകുന്നേരം അവരെ ജയിലിലേക്ക് അയക്കുന്നു. അവർക്ക് ന്യായമായ ഒരു സമയം അപ്പീൽ ബോധിപ്പിക്കാൻ ഉള്ള സമയം കിട്ടരുത്. ദസറ കഴിഞ്ഞ് 10 ദിവസമെങ്കിൽ അവർ ഏറ്റവും മിനിമം ജയിലിൽ കിടക്കണം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചു. അവധി കോടതിയിൽ ജയലളിതയുടെ അഭിഭാഷകർ ഇത് മൂവ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ വിജയിച്ചില്ല. ഹൈക്കോടതി അത് കേൾക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. കോടതി തുറന്നതിന് ശേഷം പരിഗണനയ്ക്ക് വന്നപ്പോഴും ജയലളിതയ്ക്ക് ഈ പറഞ്ഞ പോലെ നീതി ലഭിച്ചില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം കർണാടകത്തിലെ ജഡ്ജിമാർ ഇവർ നിയമ നടപടികളെ പരമാവധി വൈകിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. എങ്കിൽ പോലും അവരോട് ഒരു മുൻവിധിയോട് കൂടിയാണ് പെരുമാറുന്നത്, ഒരു പ്രതികാര ബുദ്ധിയോട്ടാണ് പെരുമാറുന്നത് എന്ന് മലയാളികളായ നമുക്ക് പോലും സംശയം തോന്നിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് അവിടെ നിന്നുണ്ടായത്. പക്ഷേ ഇന്നിപ്പോൾ സുപ്രീം കോടതി ജാമ്യം നിഷേധിച്ചതെങ്കിൽ അത് കൂടുതൽ ശക്തമാകുമായിരുന്നു. കാരണം കർണാടകക്കാരൻ തന്നെയായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ദത്തുവിൻ്റെ ബെഞ്ചിലാണിത് പരിഗണിച്ചത്. ഇന്ന് അദ്ദേഹം വിപരീതമായൊരു ദിശ എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ തമിഴന്മാർ ദ്രാവിഡ സ്ഥാനം ആവശ്യപ്പെടുമായിരുന്നു എന്ന് ഞാൻ ഭയപ്പെടും. ശ്രീനിവാസൻ, തമിഴ്നാട്ടിൽ ഇത് എങ്ങനെയൊക്കെ സ്വീകരിക്കപ്പെടും? വലിയ ആഹ്ലാദാരവങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഈ ജയലളിതയ്ക്ക് ജാമ്യം നൽകേണ്ടതില്ല എന്ന അഭിപ്രായം സ്വീകരിച്ചിരുന്നില്ല. ഏതൊക്കെ അർത്ഥത്തിൽ ഇത് ഇപ്പോൾ ജാമ്യം നേടി 2 ആഴ്ചയ്ക്ക് ശേഷം കർണാടകയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരുന്ന ജയലളിതയുടെ ആ വരവ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും? ശരിക്ക് ഈ ജയലളിതയ്ക്ക് ജാമ്യം കൊടുക്കാതിരുന്നപ്പോഴും കൊടുത്തതിനും ആയി ബന്ധപ്പെട്ട് ഒരു പത്രക്കുറിപ്പ് പോലും ഇറക്കാൻ കഴിയാത്തൊരു പാർട്ടിയാണ് DMK. ആ സ്ഥിതിക്ക് ADMKയെ സംബന്ധിച്ച് അതൊരു വിജയം തന്നെയാണ്. കാരണം ശക്തമായ പ്രതിപക്ഷം അവർക്കെതിരെ ഇവിടെ ഇല്ല. ആ സാഹചര്യത്തിൽ അവർക്ക് കുറെ കൂടി ശക്തി വരിക, കുറെ കൂടി ഒരു നേട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ADMK അംഗങ്ങൾ വലിയ ആഘോഷം, ദീപാവലിയോടനുബന്ധിച്ച് തന്നെ ആഘോഷത്തിന് മുതിരുകയാണ്. ഇത് ശരിക്ക് അവരുടെ ഒരു വിജയം തന്നെ, പാർട്ടിയുടെ വിജയമാണ്, അല്ലെങ്കിൽ തങ്ങളുടെ അമ്മ എന്ന് വിളിക്കുന്ന അവരുടെ വിജയം തന്നെയാണ്. ആ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി പാർട്ടിയുടെ മുന്നോട്ട് പോക്ക്. പക്ഷേ കോടതി വിധിയെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ
ഇനി 2-3 മാസം കഴിയുമ്പോഴേക്കും എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ തീരുമാനിക്കാൻ നമുക്ക് ഒരു മുൻകരുതൽ എടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്, തീർച്ചയായും. ശ്രീ ശ്രീധരൻപിള്ള, 18 വർഷമായി നീണ്ടുപോയ കേസാണ്. അതിൽ ജയലളിത തന്നെ ഈ കേസ് നീട്ടാൻ പരമാവധി ശ്രമിച്ചിരുന്നതുമാണ്. ഇപ്പോൾ അപ്പീലിൻ്റെ കാര്യത്തിൽ സമയബന്ധിതമായി അപ്പീൽ ഫയൽ ചെയ്യാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 6 മാസ കാലയളവിനുള്ളിൽ കർണാടക ഹൈക്കോടതി അപ്പീലിൽ ഒരു തീർപ്പുണ്ടാക്കുമെന്ന് നമ്മൾ പൊതുവെ പ്രതീക്ഷിക്കേണ്ടി വരും. അത് ഏത് നിലയ്ക്ക് കാണുന്നു? തീർച്ചയായിട്ടും ആ സമയത്തുള്ള തീരും. മാത്രമല്ല അത്ര ഒരു നല്ല കേസാണ് അവർക്കെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം ഈ ഇത്രയും വലിയ കൊള്ളയടിച്ചിട്ട് ജനപിന്തുണ ഉണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതെല്ലാം ന്യായീകരിക്കപ്പെടും എന്നൊക്കെ കരുതുന്ന മൗഢ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കേസിൽ അത്ര ഒരു അപ്പീൽ അങ്ങനെ സുരക്ഷിതമായിട്ട് അപ്പീൽ വിടാൻ സാധ്യതയുണ്ടെന്ന് ഈ മാധ്യമങ്ങളിൽ കൂടെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3 മാസം തൽക്കാലത്തേക്ക് അത് കിട്ടി, നല്ലതാണ്. ആ സിസ്റ്റം നമ്മുടെ ഇന്ത്യയിലെ നിയമവാഴ്ചയിൽ നീതി സമ്പ്രദായത്തിൽ പിന്നെ പാലിക്കേണ്ട ഒരു കാര്യം പാലിച്ചത് കൊണ്ട് നന്നായി, ജുഡീഷ്യറിക്ക് നന്നായി. പിന്നെ മറ്റു കാര്യം മെറിറ്റിലേക്ക് പോകേണ്ടതാണ്. മെറിറ്റ് നോക്കിയാൽ ഇത്രയും വലിയ അഴിമതിക്കാരിയെ അവരെ വെള്ളപൂശേണ്ട ആവശ്യമില്ല. അവർക്ക് സഹായം നിലപാട് ഒരിക്കലും ജുഡീഷ്യറി സ്വീകരിക്കാനുള്ള സാധ്യതയില്ല. തെളിവുകൾ അവർക്കെതിരാണ് എന്നാണ് പൊതുവെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ടൊരു താൽക്കാലികമായിട്ടൊരു 3 മാസക്കാലം കിട്ടുന്നതിനപ്പുറം വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് തോന്നുന്നില്ല. അവരുടെ പൊളിറ്റിക്സ് തമിഴ്നാട്ടിലെ താഴോട്ട് പോകാനാണ് സാധ്യത. അഡ്വക്കേറ്റ് ജയശങ്കർ, സാധാരണഗതിയിൽ വിചാരണ കോടതിയുടെ അത്രയും ശിക്ഷ നമ്മൾ അപ്പീൽ കോടതിയിലേക്ക് പോകുമ്പോൾ അത് കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ 6 മാസത്തിനുള്ളിൽ ഈ കേസിൽ ഒരു തീരുമാനം വരുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം സുപ്രീം കോടതി കൃത്യമായ സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ കർണാടക ഹൈക്കോടതി 2 വർഷത്തിൽ താഴെയായി ഇളവ് ചെയ്യുകയാണ് ജയലളിതയുടെ ശിക്ഷയെങ്കിൽ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡിസ്ക്വാളിഫിക്കേഷൻ മാറുന്നതിലേക്ക് കാര്യങ്ങളെത്തും. ഇല്ല, അവരുടെ ഇപ്പോൾ ശ്രീധരൻപിള്ളയോട് സൂചിപ്പിച്ച പോലെ ജയലളിതയ്ക്കെതിരായിട്ടുള്ള തെളിവുകൾ വളരെ പ്രബലവും അനിഷേധ്യവുമാണ്. കാരണം അവരുടെ വരുമാനത്തിലുണ്ടായിട്ടുള്ള വർധനവ് ഭീതിജനകമാണ്. നമുക്ക് സങ്കല്പിക്കാവുന്നതിനപ്പുറമാണ്. കണക്കിൽ കാണുന്ന സ്വത്ത്, നമ്മൾ കണക്കിൽ കാണാത്ത സ്വത്ത് നമ്മുടെ ചർച്ചയിലില്ല. കണക്കിൽ കാണുന്ന സ്വത്തുക്കൾ തന്നെ ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഭയാനകം എന്ന വാക്ക് ഞാൻ മനഃപൂർവ്വം ഉദ്ദേശിച്ച് തന്നെ പറയുന്നതാണ്. ആ രീതിയിലുള്ള ഒരു വർധനവിനെ അവർക്ക് ഏത് രീതിയിൽ വിശദീകരിക്കാൻ സാധിക്കും എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ ഒരു മുൻവിധിയോടെ ഈ സംഗതിയെ സമീപിക്കാൻ വിചാരിക്കരുത്. ജയലളിതയോട് സഹതാപമുള്ള ആളാണ് ഞാൻ. എങ്കിൽ പോലും ഇത് ഹൈക്കോടതി വെറുതെ വിടാനോ അല്ലെങ്കിൽ ശിക്ഷയിൽ ഇളവ് ചെയ്യാനുള്ള സാധ്യതകൾ, ഒരു പക്ഷേ 100 കോടി രൂപ പിഴ എന്നുള്ളത് റീസണബിളാകാൻ സാധ്യതയുണ്ട്. അതൊഴിച്ചാൽ വലിയ ആശയ്ക്ക് വഴിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും അട്ടിമറി നടക്കേണ്ടതായിരിക്കുന്നു. സാധാരണഗതിയിൽ ശ്രീധരൻപിള്ളയോട് സൂചിപ്പിച്ച പോലെ വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ കാര്യം. ഇപ്പോൾ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ ഘടകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം ജയലളിതയെ ആശ്രയിച്ച് മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അണ്ണാ DMK എന്നുള്ളതുകൊണ്ട്. ലാലു പ്രസാദ് യാദവിന് ജയിലിൽ പോകുമ്പോൾ റബ്രി ദേവിയെ അവിടെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞ പോലെ ജയലളിതയ്ക്ക് ഒരു പന്നീർ സെൽവത്തെ പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒഴിച്ചാൽ വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം ഏത് രീതിയിൽ ജീർണിച്ചിരിക്കുന്നു എന്നുള്ളതിനൊരു വലിയ ദൃഷ്ടാന്തവും കൂടിയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റൈറ്റ്. ശ്രീനിവാസൻ, തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, പന്നീർശെൽവം മുഖ്യമന്ത്രി ആയതിനു ശേഷം, ജയലളിത ജയിലിലേക്ക് പോയതിനു ശേഷം അതേ സെൻറ്റിമെൻറ്റ്സ്, അതായത് ജയലളിത ജയിലിലേക്ക് പോകുന്ന ദിവസമുണ്ടായ അതേ ജനവികാരവും അതേ സഹതാപവും ഇപ്പോഴും തമിഴ്നാട്ടിലുണ്ടോ? ഇല്ല, അത്തരത്തിലൊരു ജനവികാരം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ധാർമ്മികത നഷ്ടപ്പെട്ട പാർട്ടികളുടെ ഒരു വിളനിലമാണ് തമിഴ്നാട്. അവർക്ക് നേതാക്കന്മാർക്ക് എന്ത് ഒരു ചുതി വന്നാലും അത് പാർട്ടിക്ക് ഒരു അലങ്കാരമായി കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ADMK സംബന്ധിച്ചത് DMK സംബന്ധിച്ചത് തന്നെയാണ്. അപ്പൊ അതിനപ്പുറത്ത് ഉള്ള ഒരു ആഹ്ലാദമൊന്നും, ഇത് നീണ്ടു നിൽക്കുന്ന ഒരു ആഹ്ലാദമൊന്നുമല്ല. പാർട്ടിക്ക് അതീതരായിട്ട് ആരും തന്നെ ഇല്ല എന്ന് ഉള്ള ഒരു ആപ്തവാക്യം കൂടെ ഇവിടെ വ്യക്തമാകുകയാണ്. അതിനാൽ പാർട്ടി അണികൾ എത്രയും ആഹ്ലാദം കാണിച്ചാലും അത് വഴി നൈമിഷികമാണ്. 1-2 മാസം അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 5 മാസം 4-5 മാസം കൊണ്ട് അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു ആഹ്ലാദ പ്രകടനമാണ് നാം കാണുന്നത്. നേരത്തെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞതുപോലെ ഇവിടെ വിധി ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇനി ഒരു കാലക്രമത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു അവസാന വിധി വരുന്നത് മിക്കവാറും ജയലളിതയ്ക്ക് പ്രതികൂലമായിട്ടായിരിക്കാം എന്നാണ് സാധ്യത. കാരണം അത്രത്തോളം അഴിമതിയുടെ ധാരാളം തെളിവുകൾ കോടതിയുടെ മുന്നിലുണ്ട്. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നോട്ട് പോകുക. അപ്പോൾ ഈ നൈമിഷികമായിട്ട് ആഹ്ലാദ പ്രകടനം കാണിച്ചാൽ പോലും അത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചടിക്കുമെന്ന് വ്യക്തം.
റൈറ്റ്. ശ്രീ പി എസ് ശ്രീധരൻപിള്ള, അങ്ങനെ ഇന്ത്യയിൽ ഒരു പ്രബല രാഷ്ട്രീയ നേതാവിന് ശിക്ഷാ കാലാവധി 4 വർഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശിക്ഷാ കാലാവധി തികച്ച് അനുഭവിക്കേണ്ടി വരിക എന്നതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇപ്പോൾ തന്നെ ഈ കേസിനെ സംബന്ധിച്ച് തന്നെ കർണാടക ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ പോയപ്പോൾ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മാറ്റം മറിച്ചിലുകൾ അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റമൊക്കെ ഏറെ സംശയങ്ങൾക്ക് ഇട നൽകിയിരിക്കുന്നു. ഏതായാലും സാധാരണ പൗരനെ സംബന്ധിച്ച് ലഭിക്കുന്ന നീതിയാണോ ഇപ്പോൾ ലഭിക്കുന്നത് എന്ന സംശയവുമുണ്ട്. നമ്മുടെ ജുഡീഷ്യറി നൽകുന്ന അപ്പീലിനുള്ള അവകാശം, അതുപോലെ തന്നെ ജാമ്യത്തിനുള്ള അവകാശം, ഇതൊക്കെ നമ്മൾ വാഴ്ത്തുമ്പോൾ തന്നെ സാധാരണഗതിയിൽ ഒരു കുറ്റവാളിയായി തെളിയിക്കപ്പെട്ട ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പരിഗണന ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്ന ആ വാദത്തിനൊപ്പം ഒരു പ്രബല രാഷ്ട്രീയ നേതാവിന് വിധിക്കപ്പെട്ട ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ എന്ന പ്രശ്നമുണ്ട്. പ്രബല രാഷ്ട്രീയ നേതാവ് സമൂഹത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ പ്രതിബദ്ധതയുള്ള ആളല്ലേ? അങ്ങനെയുള്ള ആളുകൾ ചുമതലയേറ്റ ശേഷം അവർ കൊള്ളയടിക്കപ്പെടുമ്പോൾ കർശനമായ നിലപാടുകൾ സ്വീകരിക്കണം ശിക്ഷയുടെ കാര്യത്തിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ഒരു അടിസ്ഥാന പ്രശ്നം ഇതിലുള്ളത്, ഇപ്പം ചൈനയാണ് ലോകത്ത് അഴിമതിക്ക് വധശിക്ഷ നൽകുന്ന രാജ്യം. ഏതാണ്ട് ഒരു കൊല്ലം 1000-ലധികം ആളുകളെ അങ്ങനെ അഴിമതിയുടെ പേരിൽ അവർ വധശിക്ഷയ്ക്ക് വിധേയമാക്കാറുണ്ട്. പക്ഷേ ആ വധശിക്ഷ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ അഴിമതി കുറയുന്നു എന്ന് ഏതെങ്കിലും രാജ്യത്ത് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ശിക്ഷ മാത്രമാണ് ഇതിനുള്ള പോംവഴി എന്നുള്ള ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെയും ജുഡീഷ്യറിയുടെയും ഒക്കെയുള്ള സങ്കല്പങ്ങൾ കുറേ കൂടി പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഒരു സമൂഹത്തിൽ ഇപ്പം തന്നെ ജയലളിതയ്ക്ക് വേണ്ടിയിട്ട് ആ തമിഴ്നാട്ടിലെ ജനകീയ വികാരം എത്രമാത്രം ആളിക്കത്തുകയാണ്. അപ്പോൾ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ജുഡീഷ്യൽ സമീപനം വേണമെന്ന് പറഞ്ഞാൽ ജയലളിത വിടേണ്ടി വരില്ലേ? അപ്പം അതുകൊണ്ടാണ് നിയമാധിഷ്ഠിത നീതി വേണം. വ്യക്തിയധിഷ്ഠിത നീതിയോ അല്ല ജഡ്ജധിഷ്ഠിത നീതിയോ അല്ല വേണ്ടത്. ഇവിടെ ജഡ്ജധിഷ്ഠിത നീതിയാണ്. ഐ ഫൗണ്ട് ഈസ് ഗിൽറ്റി, ഐ ആം സാറ്റിസ്ഫൈഡ്. ഈ ഐ എന്നുള്ളതിന് എന്താ സങ്കല്പമുള്ളത്? ഇന്നത്തെ ജഡ്ജ്മെൻറ്റുകളെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിയമാധിഷ്ഠിത നീതി വേണം. അത് സൂചനയായിരിക്കണം. അതേ സമയത്ത് കുറ്റവാളിയോട് മൃദു സമീപനം സ്വീകരിക്കുന്നതിൽ തെറ്റില്ലാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ജനങ്ങളുടെ വികാരങ്ങളൊക്കെ കുറേ മാനിച്ചാൽ തെറ്റൊന്നുമില്ല. ഏതായാലും ഇത് പ്രതീകാത്മകമായിട്ടായാലും ശരി, ഇവരുടെ കാര്യം ഇന്ത്യയിൽ ഒരു നല്ല ഗുണപരമായ അധ്യായം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ, രാഷ്ട്രീയ രംഗത്തുണ്ടാക്കുന്ന കാര്യത്തിൽ ഞാൻ പൂർണ്ണമായി ആത്മവിശ്വാസമുള്ളയാളാണ്. റൈറ്റ്. അങ്ങനെ ഒരു ഗുണപരമായ മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ അഡ്വക്കേറ്റ് ജയശങ്കർ താങ്കൾക്കുണ്ടോ? ഇവിടെ ജയലളിത അഴിമതി കേസിൽ ജയിലിലേക്ക് പോയതിൽ ഏതെങ്കിലും തരത്തിലുള്ള എതിർവികാരമല്ല, മറിച്ച് സഹതാപ തരംഗമാണ് തമിഴ്നാട്ടിലുള്ളത്. ജയലളിതയെ സംബന്ധിച്ച് ആദ്യമായല്ല ഇത്തരം കേസുകൾ നേരിടുന്നതും. ഇനിയിപ്പോൾ കർണാടക ഹൈക്കോടതി ശിക്ഷ ഇളവ് ചെയ്തില്ല എന്ന് വെക്കുക, അയോഗ്യയായ ജയലളിതയ്ക്ക് തന്നെ ഒരു തവണ കൂടി AIADMK തമിഴ്നാട്ടിൽ വിജയത്തിലേക്ക് നയിച്ചുകൂടെ? അല്ല, ജയലളിതയ്ക്ക് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചാണ് ശിക്ഷ കിട്ടുന്നതെങ്കിൽ ഇപ്പോൾ 2 കൊല്ലത്തിൽ താഴെയാണെങ്കിൽ പോലും അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയുണ്ട്, മുഖ്യമന്ത്രിയാകുന്നതിന് അയോഗ്യതയുണ്ട്. എൻ്റെ ബലമായ വിശ്വാസം അവർക്ക് ഇനി ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലയ്ക്ക്. അപ്പീൽ 6 മാസത്തിനുള്ളിൽ പരിഗണിച്ചാലും അവർക്ക് ഈ കേസിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ വിദൂരമാണ്. പിന്നെ അഴിമതിയെ സംബന്ധിച്ചുള്ള ജനങ്ങൾ ഏത് രീതിയിലുള്ള നിലപാട് സ്വീകരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒറ്റക്കൊരു ഉദാഹരണം പറയാം. ജഗൻമോഹൻ റെഡ്ഡി നമുക്കെല്ലാവർക്കും അറിയാം, ജയലളിത സമ്പാദിച്ചേക്കാളൊക്കെ എത്രയോ വളരെ കൂടുതൽ സമ്പാദിച്ച ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കോടാനുകോടി രൂപ കണക്കിൽ കാണുന്നതും കാണാത്തതുമായിട്ട് സമ്പാദിച്ചു. 5 കൊല്ലം കൊണ്ട് ഇത്രയധികം സ്വത്ത് ഒരാൾക്ക് സമ്പാദിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു വലിയ പ്രതിഭയാണ്. ഒരു പക്ഷേ മുകേഷ് അംബാനിക്ക് പോലും ഇത്രയധികം സാധിക്കുകയില്ല. അദ്ദേഹത്തെ CBI അറസ്റ്റ് ചെയ്തപ്പോൾ ആന്ധ്രയിൽ വലിയ തോതിൽ ജനവികാരമുണ്ടായി. അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുമ്പോഴും വികാരമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു വലിയ തിരിച്ചടി ഉണ്ടായത് അദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു എന്നുള്ളതാണ്. ജയിലിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ അദ്ദേഹം ജാമ്യം കിട്ടിയപ്പോഴാണ്, മറ്റേ രീതിയിൽ കേസ് തീർന്നിട്ടില്ല, കേസ് ഇപ്പോഴും തുടരുകയാണ്. ജാമ്യം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന സഹതാപം നഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി ഇത്തവണ ജയിച്ച അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇതൊക്കെ ജനങ്ങളുടെ വികാരം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും എങ്ങോട്ട് വേണമെങ്കിലും മാറാം. ഇന്നിപ്പോൾ സഹതാപം ഉണ്ടെന്ന് വെച്ചാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ സഹതാപം ഉണ്ടായിക്കൊള്ളുന്നില്ല. അത് തിരിച്ചും മറിച്ചും ഒക്കെ സംഭവിക്കും. ഈ ജനം ഏത് രീതിയിൽ ചിന്തിക്കുന്ന നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ കഴിയില്ല. ഏതായാലും ഇന്നത്തെ ദിവസം ജയലളിതയ്ക്ക് സന്തോഷകരമാണ്. ആളുകൾ പടക്കം പൊട്ടിക്കുന്നു, ലഡു വിതരണം ചെയ്യുന്നു. അതൊരു ആത്മാർത്ഥമായ വികാരമാണ് എന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി നമുക്ക് ആർക്കും പറയാൻ പറ്റുകയില്ല. കാരണം ജനത്തിൻ്റെ അഭിപ്രായം ഏത് സമയത്തും മാറിക്കൊണ്ടിരിക്കും. ശ്രീ ശ്രീനിവാസൻ, സ്വാഭാവികമായാണ് ജയലളിതയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടില്ല എന്ന ഉറപ്പുകൂടി അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ നൽകിയിട്ടും ഉണ്ട്. ഇപ്പോൾ തെരുവിൽ കണ്ട ഈ ആഹ്ലാദ ആരവം ജയലളിത വീണ്ടും ചെന്നൈയിലേക്ക് വരുമ്പോൾ പ്രവർത്തകരുടെ വികാരത്തിൻ്റെ രൂപത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, അതോ പാർട്ടി തന്നെ അക്കാര്യം നിയന്ത്രിക്കുമോ? ഇല്ല, അത് പാർട്ടിയുടെ നയങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ നീങ്ങുന്നത്. കാരണം അന്ധമായ ഒരു വിശ്വാസത്തിലാണ് അമ്മയെ പാർട്ടി അംഗങ്ങൾ കൊണ്ടു നടക്കുന്നത്.
അത്തരത്തിലുള്ള ഒരു നീക്കം ഈ അണികൾക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. അത് സാധാരണക്കാരാണ്, അല്ലാതെ ബുദ്ധിജീവികളൊന്നുമല്ല. സാധാരണക്കാർ എവിടെയാണോ അവർക്ക് കൂടുതൽ ആനുകൂല്യം കിട്ടുന്നത്, അല്ലെങ്കിൽ സഹായങ്ങൾ കിട്ടുന്നത്, പാരിതോഷികങ്ങൾ കിട്ടുന്നത്, അവർക്ക് അനുകൂലമായിട്ട് ജനങ്ങളുടെ മനസ്സ് ഒഴുകി പോയെന്നിരിക്കും. പക്ഷെ അത് എത്ര കാലം നീണ്ടു നിൽക്കുന്ന ഒരു കാലക്രമത്തിൽ അറിയാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ ഇപ്പോൾ ഈ ആഹ്ലാദത്തിന്റെയൊക്കെ മുന്നോടി, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ മാനം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു നീക്കമാണ്. അത് നമ്മൾ ബാക്കി മിച്ചമുള്ള മറ്റു കാര്യങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയണം. തീർച്ചയായും ജയലളിതയ്ക്ക് ജയിലിൽ പോകേണ്ടി വന്ന സാഹചര്യം, അവർ നടത്തിയ അഴിമതി, ഇത് തമിഴ്നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാണോ? DMK ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, BJP ആകട്ടെ, മറ്റ് രാഷ്ട്രീയ കക്ഷികളാകട്ടെ, അവർ ഈ വിഷയം ഉപയോഗിക്കുന്നുണ്ടോ? തീർച്ചയായും അത് ഉപയോഗിക്കുന്നെന്ന് പറയാൻ സാധ്യമല്ല. ഉപയോഗിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് DMK ഒന്ന്. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവിടെ മൊത്തം പൂജ്യമാണ്, ഒന്നുമില്ല. കോൺഗ്രസ് ശൂന്യമാണ്. BJP തന്റെ അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് പലതരത്തിലും. അല്ലാതെ ഇതിന് എതിരായിട്ട് നിൽക്കാവുന്ന ഒരു വലിയൊരു ശക്തി വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് തൽക്കാലം മനസ്സിലാക്കാവുന്നതാണ്. റൈറ്റ്. ശ്രീ PS ശ്രീധരൻപിള്ള, BJP തമിഴ്നാട്ടിൽ ഒരു അടിത്തറ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അതിനുള്ള ഒരു അരങ്ങൊരുക്കൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യതയുള്ള സമയമാണ്. പക്ഷേ അഴിമതി കേസിൽ അറസ്റ്റിലായിരിക്കുന്ന മുൻ മുഖ്യമന്ത്രിയെക്കുറിച്ച് ആ നിലയ്ക്ക് അവരുടെ അഴിമതി തുറന്നു കാട്ടിയ ഒരു ക്യാമ്പയിനൊന്നും നടത്താൻ അവിടെ ഒരു പാർട്ടിക്കും സാധിക്കുകയില്ല. കാരണം നേരെ എതിരാണ് വികാരം. തമിഴ്നാടിനെ സംബന്ധിച്ച് BJPക്ക് ഒരു വലിയ സാധ്യത ഉള്ള സംസ്ഥാനമായിട്ട് അത് മാറുകയാണ്. കാരണം 2% 2.5% വോട്ട് കിട്ടിയിരുന്ന ഒരു സ്റ്റേറ്റിൽ ഇപ്രാവശ്യം 10-16% വോട്ട് കിട്ടിയിരിക്കുന്നു. DMK എന്ന പ്രതിപക്ഷ കക്ഷി ആന്തരിക സംഘർഷത്തെ കൊണ്ട് പൊറുതിമുട്ടി അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. അവർക്ക് ഒരു സീറ്റും കിട്ടിയില്ല. NDAക്ക് 2 സീറ്റ് അവിടെ ലഭിക്കുകയുണ്ടായി. ഇതിനെയൊക്കെ കൂട്ടാൻ സാധിക്കുന്ന അത്തരത്തിലുള്ള കഴിവുള്ള നേതാക്കന്മാർ അവിടെ വളർന്നു വരുന്നു. അപ്പോൾ ഇതെല്ലാം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കേന്ദ്രഭരണത്തിൻ്റെ പിൻബലം കൂടി ഉള്ളതുകൊണ്ട് തമിഴ്നാട്ടിലൊരു പ്രധാന കക്ഷിയായി BJP മാറാനുള്ള സാധ്യത വളരെ വ്യക്തമാണ്. അതിന് കേന്ദ്ര നേതൃത്വവും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വളരെ ഈ BJP പോലൊരു പാർട്ടിക്ക് ഈ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ പിന്നെ പ്രത്യേകതകളും സവിശേഷതകളും ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ദേശീയ പാർട്ടികൾ പിന്നെ തമിഴ്നാട്ടിൽ സാധ്യതയില്ല എന്നൊക്കെയുള്ള ആ തിയറി, ആ കാഴ്ചപ്പാട് മാറി വരാനാണ് സാധ്യത. അതുകൊണ്ട് AIDMK സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ അപ്പീലിൻ്റെ വിധി വരുമ്പം ഞാനും ബഹുമാനപ്പെട്ട ജയശങ്കറും ഒക്കെ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കും കാര്യങ്ങൾ വരാൻ സാധ്യത. അങ്ങനെ വന്നാൽ AIDMKക്ക് മുന്നോട്ട് പോകാനുള്ള ലീഡർഷിപ്പിൻ്റെ അഭാവമുണ്ട്. ഇതെല്ലാം വരുമ്പം BJPക്ക് വലിയൊരു സാധ്യത, അത്ഭുതകരമായ ഒരു സാധ്യത അവിടെ ഉണ്ട്. കാത്തിരുന്ന് കാണാം എത്രമാത്രം അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന്. റൈറ്റ്. അങ്ങനെയുള്ള ഒരു കാത്തിരിപ്പിലാണ് BJP. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പോൾ ജയലളിതയെ സംബന്ധിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സെൻറ്റ് ജോർജ് കോട്ടയിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് എന്ന തരത്തിലുള്ള ആവേശമായിരുന്നു അണികൾക്ക്. ജയലളിത ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും സഹതാപമുണ്ട് എങ്കിലും ജയലളിത വല്ലാതെ ദുർബലയായിട്ടില്ല. ജയലളിത ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും ദുർബലമായിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജയിൽ ശിക്ഷ ഒഴിവാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രയാസകരമായ ഒരു നിലയിലാണ് അവർ നിൽക്കുന്നത്. അവർക്കെതിരായിട്ടുള്ള തെളിവുകൾ അത്രയധികം പ്രബലവും അനിഷേധ്യവുമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരുടെ പാർട്ടിയിൽ ഒരു 2ാം നിര നേതൃത്വമില്ല. ഇപ്പോൾ വേറെ ഏതെങ്കിലും പാർട്ടിക്കാണെങ്കിൽ, കോൺഗ്രസ്സിനാണെങ്കിലോ 2-3 നേതാക്കളൊക്കെ ജയിലിൽ പോയാലും ബാക്കിയുള്ളവരെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഒരു സംവിധാനം അണ്ണാ DMK സംബന്ധിച്ചുള്ളൂ ഇല്ല. DMKക്കാണെങ്കിൽ പോലും കരുണാനിധിയുടെ ഒരു മകൻ അല്ലെങ്കിൽ മറ്റൊരു മകൻ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിയും. ജയലളിതയെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു അനന്തരാവകാശിയില്ല. പാർട്ടിയിലാണെങ്കിൽ പ്രബലരായ നേതാക്കന്മാരുമില്ല. അങ്ങനെ ഒരു വലിയ വെല്ലുവിളിയാണ് ആ പാർട്ടി നേരിടുന്നത്. കോൺഗ്രസ് പാർട്ടി ഇവിടെ ശ്രീനിവാസൻ നേരത്തെ നിരീക്ഷിച്ച പോലെ കോൺഗ്രസിന് ഏത് കാലത്തും ഒരു 30% വോട്ട് ബേസ് തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അതിപ്പോൾ നിലംപരിശാണ്. ചിദംബരം അടക്കമുള്ള നേതാക്കന്മാർ, ചിദംബരം മത്സരിച്ചില്ല, മറ്റെല്ലാ നേതാക്കളും പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ 39 സ്ഥാനാർത്ഥികൾ 38 പേർക്ക് ജാമ്യസംഖ്യ നഷ്ടപ്പെട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ ഒരു സാഹചര്യമാണ്. നേരെ മറിച്ച് മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ആ നിലയിലേക്ക് ഉയർന്നു വന്നിട്ടുമില്ല. ഒന്ന് DMDK ആണ്, മറ്റത് MDMK ആണ്, പിന്നെ ഒന്ന് പട്ടാളി മക്കൾ കക്ഷിയാണ്, പിന്നെ BJP ആണ്. ഈ വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കക്ഷി ആ സ്ഥാനത്തേക്ക് ഉയർന്നു വന്നിട്ട് മാത്രമേ തമിഴ്നാട്ടിൽ ഒരു ഓൾട്ടർനേറ്റീവ്, ഒരു ബദൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഒന്നുകിൽ DMDK അല്ലെങ്കിൽ MDMK, അതുമല്ലെങ്കിൽ പട്ടാളി മക്കൾ കക്ഷി. പട്ടാളി മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, അതൊരു സമുദായത്തിൻ്റെ മാത്രം പാർട്ടിയാണ്, 1 ഇയർ സമുദായത്തിൻ്റെയാണ്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ഉത്തരേന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള പാർട്ടിയാണ്. അവരുടെ ആശയങ്ങളും തമിഴ്നാട്ടിലെ പ്രത്യേകമായ ദ്രാവിഡ രാഷ്ട്രീയവും തമ്മിൽ അത് ഒരു തരത്തിലും പൊരുത്തപ്പെടാത്ത രീതിയിൽ ഒരു സംഗതിയായിട്ട് പറ്റും. കോൺഗ്രസ്സിന് തന്നെ അവിടെ ക്ലച്ച് പിടിക്കാൻ പറ്റാത്തത് അവരുടെ അഖിലേന്ത്യാ രാഷ്ട്രീയവും തമിഴ്നാട്ടിലെ പ്രായോഗിക രാഷ്ട്രീയവും തമ്മിൽ പൊരുത്തപ്പെടുകയില്ല എന്നുള്ളത്. BJPക്ക് അതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റുകയില്ല.
അങ്ങനത്തെ ഒരു നിലയിലാണ് നിൽക്കുന്നത്. തീർച്ചയായും തമിഴ്നാട്ടിലെ രാഷ്ട്രീയം ഏത് തരത്തിൽ മാറും എന്നുള്ളത് വളരെ നിർണായകമായിരിക്കും. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് സുപ്രീം കോടതി അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ജയലളിതയ്ക്ക് വിചാരണ കോടതി വിധിച്ച ശിക്ഷ നടപ്പാക്കുന്നത് 2 മാസത്തേക്ക് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടുമുണ്ട്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് അഡ്വക്കേറ്റ് ജയശങ്കർ, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ശ്രീ PK ശ്രീനിവാസൻ.